ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 123 ദിവസം. ഇഷ്ബോഷത്ത് വധിക്കപ്പെടുന്നു. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5, 6 അധ്യായങ്ങൾ, സങ്കീർത്തനം 26 എന്നിവ വായിക്കുന്നു. സാവൂളിൻ്റെ തലവന്മാരായ രണ്ടുപേർ ചേർന്ന് ഉച്ചയുറക്കത്തിലായിരുന്ന ഇഷ്ബോഷത്തിൻ്റെ തല വെട്ടിയെടുത്ത് ദാവീദിൻ്റെ പക്കലേക്ക് വരികയും ദാവീദ് അതിൽ സന്തോഷിക്കാതെ കൊലപ്പെടുത്തിയ ആളുകളോട് പ്രതികാരം ചെയ്യുന്നു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വചനത്തിലൂടെ ഇന്നത്തെ വചനഭാഗം നമ്മൾ മനസ്സിലാക്കണം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം. ഇഷ്ബോഷത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് സാവൂളിൻ്റെ മകൻ കേട്ടപ്പോൾ അവൻ്റെ ശക്തി ചോർന്നുപോയി. ഇസ്രായേൽക്കാർക്ക് മുഴുവൻ അമ്പരന്നു. സാവൂളിൻ്റെ മകന് 2 പടത്തലവന്മാരുണ്ടായിരുന്നു. ഒരുവൻ്റെ പേര് ബാന, രണ്ടാമൻ്റെ പേര് റേഗാബ്. അവർ ബെഞ്ചമിന്യരിൽ നിന്നുള്ള ബേറോത്തുകാരനായ റിമ്മോൻ്റെ പുത്രന്മാരായിരുന്നു. എന്തെന്നാൽ ബേറോത്തും ബെഞ്ചമിനോട് ചേർത്താണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ബേറോത്തുകാർ ഗിത്തയീമിലേക്ക് പലായനം ചെയ്തു. അവർ ഇന്നുവരെ അവിടെ പ്രവാസികളാണ്. സാവൂളിൻ്റെ മകൻ ജോനാഥന് 2 കാലുകൾക്കും മുടന്തുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ഇസ്രയേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. ഓടിപ്പോകാനുള്ള അവളുടെ വ്യഗ്രതയിൽ അവൻ വീണുപോയി. അങ്ങനെയാണ് അവന് മുടന്തുണ്ടായത്. അവൻ്റെ പേര് മെഫിബോഷെത്ത് എന്നായിരുന്നു. ബേറോത്തുകാരനായ റിമ്മോൻ്റെ പുത്രന്മാരായ റേക്കാബും ബാനായും സഞ്ചരിച്ച് ഇഷ്ബോഷത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ദിവസത്തിന് ചൂടേറിയിരുന്നു. അവൻ മധ്യാഹ്ന ശയനം നടത്തുകയായിരുന്നു. അവിടെ ഗോതമ്പ് വാങ്ങുന്നവരായി ഭാവിച്ച് അവർ ഭവനമധ്യം വരെ ചെന്ന് അവനെ വയറിന് കുത്തി. എന്നിട്ട് റേഗാബും സഹോദരൻ ബാനായും കടന്നുകളഞ്ഞു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവൻ ഉറക്കറയിൽ തൻ്റെ കിടക്കയിൽ ശയിക്കുകയായിരുന്നു. അവർ അവനെ ആക്രമിച്ച് വധിച്ച് അവൻ്റെ തല വേർപെടുത്തി. തലയുമെടുത്ത് അവർ അറാബായുടെ വഴിയെ രാത്രി മുഴുവൻ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ പക്കൽ കൊണ്ടുവന്നു. അവർ രാജാവിനോട് പറഞ്ഞു, നിന്റെ ജീവൻ തേടിയിരുന്ന നിന്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിൻ്റെ തല ഇതാ. കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും എൻ്റെ യജമാനനായ രാജാവിനു വേണ്ടി ഇന്ന് പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ബേറോത്തുകാരനായ റിമ്മോൻ്റെ മക്കളായ റേഗാബിനോടും അവൻ്റെ സഹോദരൻ ബാനായോടും ദാവീദ് പ്രത്യുത്തരിച്ചു. അവൻ അവരോട് പറഞ്ഞു, സകല ക്ലേശത്തിൽ നിന്ന് എൻ്റെ ജീവൻ മോചിപ്പിച്ച ജീവിക്കുന്ന കർത്താവാണ്, ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ദൃഷ്ടിയിൽ സദ്വാർത്തയായി എന്നോട് വിവരിച്ചവനെ സിക്കാലഗിൽ വെച്ച് ഞാൻ പിടികൂടി വധിച്ചു. അതായിരുന്നു അവൻ്റെ സദ്വാർത്തയ്ക്ക് അവന് ഞാൻ കൊടുത്ത പ്രതിഫലം. അങ്ങനെയെങ്കിൽ നീതിമാനായ ഒരാളെ അയാളുടെ ഭവനത്തിൽ സ്വന്തം കിടക്കയിൽ വെച്ച് ദുഷ്ടരായ ആളുകൾ കൊന്നുകളയുമ്പോഴോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന്
ഞാൻ അവൻ്റെ രക്തപ്രതികാരം തേടാതെയും നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാതെയും ഇരിക്കുമോ? ദാവീദ് തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചപ്പോൾ അവർ അവരെ കൊന്ന് കൈകാലുകൾ വെട്ടിനീക്കി ഹെബ്രോണിലെ തടാകത്തോട് ചേർന്ന് കെട്ടിത്തൂക്കി. എന്നാൽ അവർ ഇഷ്ബോഷത്തിൻ്റെ തലയെടുത്ത് ഹെബ്രോണിൽ അബ്നേറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം. റൂബൻ്റെ സന്തതികൾ. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ. അവൻ ആദ്യജാതനാണെങ്കിലും തൻ്റെ പിതാവിൻ്റെ ശയ്യ മലിനമാക്കിയതിനാൽ അവൻ്റെ കടിഞ്ഞൂലവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ കടിഞ്ഞൂലവകാശത്തിനായി ചേർക്കപ്പെട്ടില്ല. യൂദ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നേതാവ് ഉണ്ടാവുകയും ചെയ്തിട്ടും കടിഞ്ഞൂലവകാശം ജോസഫിനായിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരായിരുന്നു. ജോയേലിൻ്റെ പുത്രൻ ഷെമായ, അവൻ്റെ പുത്രൻ ഗോഗ്, അവൻ്റെ പുത്രൻ ഷെമയി, അവൻ്റെ പുത്രൻ മീക, അവൻ്റെ പുത്രൻ റയ, അവൻ്റെ പുത്രൻ ബാൽ. അസീറിയ രാജാവ് തിൽഗത്-ഫിൽനെസർ വിപ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ബേറ ആയിരുന്നു അവൻ്റെ പുത്രൻ. അവൻ റൂബന്യരുടെ നേതാവായിരുന്നു. അവൻ്റെ സഹോദരന്മാർ കുലങ്ങളനുസരിച്ച് തങ്ങളുടെ വംശാവലിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തലവൻ ജയിയേലും സഖറിയായും, ജോയേലിൻ്റെ പുത്രനായ ഷെമായുടെ പുത്രൻ അസാസിൻ്റെ പുത്രനായ ബേലായും, നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്ന അരോവറിൽ അവൻ വസിച്ചിരുന്നു. ഗിലിയാദ് ദേശത്ത് അവർക്ക് കാലിക്കൂട്ടങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് മരുഭൂമിയിലേക്ക് എത്തും വരെ അവർ അധിവസിച്ചു. സാവൂളിൻ്റെ കാലത്ത് ഹഗ്രിയക്കാരുമായി അവർ യുദ്ധം ചെയ്തു. അക്കൂട്ടർ അവരുടെ കരങ്ങളിൽ നിബന്ധിച്ചു. അവർ ഗിലിയാദിൻ്റെ കിഴക്കുഭാഗത്ത് തങ്ങളുടെ കൂടാരങ്ങളിൽ പാർത്തു. ഗാദിൻ്റെ സന്തതികൾ. ഗാദിൻ്റെ പുത്രന്മാർ വടക്കോട്ട് ബാഷാൻ ദേശത്ത് സലഗയ വരെ പാർത്തു. തലവൻ ജോയേലും, രണ്ടാമൻ ഷാംഫായും, യാനായിയും ഷാഫാത്തും ബാഷാനിലായിരുന്നു. അവരുടെ സഹോദരന്മാർ പിതൃകുടുംബമനുസരിച്ച് മിഖായേൽ, ബെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ എന്നിങ്ങനെ 7 പേരായിരുന്നു. ഇവർ ഹൂറിയുടെ പുത്രനായ അബിഹായിലിൻ്റെ പുത്രന്മാരായിരുന്നു. ഹൂറി യറോവായുടെ പുത്രനും ഗിലിയാദിൻ്റെ പൗത്രനും മിഖായേലിൻ്റെ പ്രപൗത്രനുമായിരുന്നു. മിഖായേൽ യക്ഷിയായുടെ പുത്രനും യക്ദോയുടെ പൗത്രനും ബൂസിൻ്റെ പ്രപൗത്രനുമായിരുന്നു. ഗൂനിയുടെ പുത്രനായ അബ്ദിയേലിൻ്റെ പുത്രൻ ആഹി തൻ്റെ പിതൃകുടുംബത്തിൻ്റെ തലവനായിരുന്നു. അവർ ബാഷാനിലെ ഗിലിയാദിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഷാരോണിലെ എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും അവയുടെ അതിർത്തികൾ വരെ പാർത്തു. ഇവയെല്ലാം യൂദരാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും നാളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ ഗോത്രപാതി എന്നിവയിൽപ്പെട്ട ശൂരന്മാരിൽ നിന്ന് വാളും പരിചയും എടുക്കുന്നവരും വില്ലുകുലയ്ക്കുന്നവരും യുദ്ധം അഭ്യസിച്ചവരുമായ 44,760 ആളുകൾ ഒരു സൈന്യമായി പുറപ്പെട്ടു. അവർ ഹഗ്രിയാക്കർ, യഥൂർ, നാഫിഷ്, നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതിനാൽ അവർക്ക് സഹായം ലഭിക്കുകയും ഹഗ്രിയാക്കാരും അവരോടൊപ്പമുള്ളവരും അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് സമൃദ്ധിയുണ്ടായി, കാരണം അവർ അവിടുന്നിൽ ആശ്രയിച്ചു. അവർ അക്കൂട്ടരുടെ കാലിക്കൂട്ടങ്ങളെ പിടിച്ചെടുത്തു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുമാടുകൾ, 2,000 കഴുതകൾ എന്നിവ കൂടാതെ 1,00,000 മനുഷ്യരുമുണ്ടായിരുന്നു. മാത്രമല്ല, യുദ്ധം ദൈവത്തിൽ നിന്നായിരുന്നതിനാൽ അനവധി പേർ മുറിവേറ്റു വീണു. പ്രവാസകാലം വരെ അവർ അക്കൂട്ടർക്ക് പകരം അവിടെ പാർത്തു. മനാസെ ഗോത്രത്തിൻ്റെ പാതിയിൽപ്പെട്ടവർ ബാഷാൻ ദേശം മുതൽ ബാൽഹെർമോൻ വരെയും സെനിറിലും ഹെർമോൻ മലയിലും വസിച്ചു. അവർ വർദ്ധിച്ചു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാർ ഇവരായിരുന്നു: ഏഫർ, ഇഷി,
എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ. അവർ ധീരയോദ്ധാക്കളും പേരുകെട്ട ആളുകളും തങ്ങളുടെ പിതൃഭവനത്തിന് നേതാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം നിർമ്മാർജ്ജനം ചെയ്ത ദേശത്തെ ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ വ്യഭിചരിച്ചു നടന്നു. ഇസ്രായേലിൻ്റെ ദൈവം അസിറിയ രാജാവായ പൂലിൻ്റെ അരൂപിയെ, അതായത് അസീറിയ രാജാവായ ദിൽഗത് പിൽനേസറിൻ്റെ അരൂപിയെ ഉണർത്തി. അവൻ റൂബൻകാരെയും ഗാദുകാരെയും മനാസയുടെ ഗോത്രപാതിയെയും വിപ്രവാസികളാക്കി ഹല, ഹാബോർ, ഹാറ, ഗോസാൻ നദി എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്നുവരെ അവർ അവിടെയുണ്ട്. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെറാറി എന്നിവരും കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാഖ്, ഹെബ്രോൺ, ഉസിയേൽ എന്നിവരുമായിരുന്നു. അമ്രാമിൻ്റെ മക്കൾ അഹറോൻ, മോശ, മിരിയാം എന്നിവരും അഹറോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരുമായിരുന്നു. എലയാസർ ഫിനെഹാസിനെ ജനിപ്പിച്ചു. ഫിനെഹാസ് അബിഷുവാമിനെ ജനിപ്പിച്ചു. അബിഷുവ ബുക്കിമിനെ ജനിപ്പിച്ചു. ബുക്കി ഉസിയെ ജനിപ്പിച്ചു. ഉസി സെരാഹിയായെ ജനിപ്പിച്ചു. സെരാഹിയ മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമരിയായെ ജനിപ്പിച്ചു. അമരിയ അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹിമാസിനെ ജനിപ്പിച്ചു. അഹിമാസ് അസറിയായെ ജനിപ്പിച്ചു. അസറിയ യോഹന്നാനെ ജനിപ്പിച്ചു. യോഹന്നാൻ അസറിയായെ ജനിപ്പിച്ചു. അവൻ ജെറൂസലേമിൽ സോളമൻ പണിയിച്ച ആലയത്തിലെ പുരോഹിതനായിരുന്നു. അസറിയ അമരിയായെ ജനിപ്പിച്ചു. അമരിയ അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ഷല്ലൂമിനെ ജനിപ്പിച്ചു. ഷല്ലൂം ഹിൽക്കിയായെ ജനിപ്പിച്ചു. ഹിൽക്കിയ അസറിയായെ ജനിപ്പിച്ചു. അസറിയ സെരായിയായെ ജനിപ്പിച്ചു. സെരായിയ യഹോസാദാക്കിനെ ജനിപ്പിച്ചു. കർത്താവ് യൂദയായെയും ജെറൂസലേമിനെയും നബൂഖദ്നേസറിൻ്റെ കരത്താൽ വിപ്രവാസികളായപ്പോൾ യഹോസദാക്കും പോയി. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെറാറി. ഗർഷോമിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബ്നിയും ഷിമയിയും. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാഖ്, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ അഹ്ലിയും മുഷിയും. ഇവയാണ് അവരുടെ പിതാക്കന്മാർക്കനുസരിച്ച് ലേവി കുലങ്ങൾ. ഗർഷോമിന് ലിബ്നി, അവൻ്റെ പുത്രൻ യഹത്ത്, അവൻ്റെ പുത്രൻ സിമ്മ, അവൻ്റെ പുത്രൻ യോവാഹ്, അവൻ്റെ പുത്രൻ ഇദ്ദോ, അവൻ്റെ പുത്രൻ സേറാഹ്, അവൻ്റെ പുത്രൻ യത്രായി. കെഹാത്തിയുടെ പുത്രൻ അമിനാദാബ്, അവൻ്റെ പുത്രൻ കോറഹ്, അവൻ്റെ പുത്രൻ അസീർ, അവൻ്റെ പുത്രൻ എൽക്കാന, അവൻ്റെ പുത്രൻ എബിയാസഫ്, അവൻ്റെ പുത്രൻ അസീർ, അവൻ്റെ പുത്രൻ താഹത്ത്, അവൻ്റെ പുത്രൻ ഊറിയേൽ, അവൻ്റെ പുത്രൻ ഉസിയ, അവൻ്റെ പുത്രൻ സാവൂൾ. എൽക്കാനയുടെ പുത്രന്മാർ അമാസായിയും അഹിമോത്ത് എൽക്കാനയും. അവൻ്റെ പുത്രൻ എൽക്കാന, അവൻ്റെ പുത്രൻ സോഫായി, അവൻ്റെ പുത്രൻ നഹത്ത്, അവൻ്റെ പുത്രൻ എലിയാബ്, അവൻ്റെ പുത്രൻ യറോഹാം, അവൻ്റെ പുത്രൻ എൽക്കാന. സാമുവേലിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേലും രണ്ടാമൻ അബിയായും. മെറാറിയുടെ പുത്രൻ മഹ്ലി, അവൻ്റെ പുത്രൻ ലിബ്നി, അവൻ്റെ പുത്രൻ ഷിമേയി, അവൻ്റെ പുത്രൻ ഉസ്സ, അവൻ്റെ പുത്രൻ ഷിമേയ, അവൻ്റെ പുത്രൻ ഹഗ്ഗിയ, അവൻ്റെ പുത്രൻ അസായ. പേടകത്തിൻ്റെ പ്രതിഷ്ഠാപനം മുതൽ കർത്താവിൻ്റെ ആലയത്തിലെ ഗാനസംഘത്തിനു വേണ്ടി ദാവീദ് നിയമിച്ചവരാണിവർ. സോളമൻ ജെറൂസലേമിൽ കർത്താവിൻ്റെ ആലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ അവർ ഗാനശുശ്രൂഷ ചെയ്തിരുന്നു. അവർ തങ്ങളുടെ ക്രമമനുസരിച്ച് ശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരും അവരുടെ പുത്രന്മാരും ഇവരാണ്: കെഹാത്യരിൽ നിന്ന് സാമുവേലിൻ്റെ പുത്രനായ ജോയേലിൻ്റെ പുത്രനും പാട്ടുകാരനുമായ ഹേമാൻ. സാമുവേൽ എൽക്കാനയുടെ പുത്രനായിരുന്നു. എൽക്കാന യറോഹാമിൻ്റെ പുത്രനും എലിയേലിൻ്റെ പൗത്രനും തൊവാഹിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. തൊവാഹ് സൂഫിൻ്റെ പുത്രനും എൽക്കാനയുടെ പൗത്രനും
മഹത്തിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. മഹത്ത് അമാസായുടെ പുത്രനും എൽക്കാനയുടെ പൗത്രനും ജോയലിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. ജോയൽ അസറിയായുടെ പുത്രനും സെഫനിയായുടെ പൗത്രനും തഹത്തിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. തഹത്ത് അസീറിൻ്റെ പുത്രനും അബിയാസാഫിൻ്റെ പൗത്രനും കൊറൂഹിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. കോറഹ് ഇസഹാറിൻ്റെ പുത്രനും കെഹാത്തിൻ്റെ പൗത്രനും ലേവിയുടെ പ്രപൗത്രനും ആയിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ പുത്രനായിരുന്നു. ഹേമാൻ്റെ സഹോദരൻ ആസാഫ് അവൻ്റെ വലത്തുഭാഗത്ത് നിന്നിരുന്നു. ആസാഫ് ബെറഹിയായുടെ പുത്രനും ഷിമെയയുടെ പൗത്രനും മിഖായേലിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. മിഖായേൽ ബാസേയായുടെ പുത്രനും മെൽക്കിയായുടെ പൗത്രനും എത്നിയുടെ പ്രപൗത്രനും ആയിരുന്നു. എത്നി സേറഹിൻ്റെ പുത്രനും അദായായുടെ പൗത്രനും ഏത്താൻ്റെ പ്രപൗത്രനുമായിരുന്നു. ഏത്താൻ സിമ്മായുടെ പുത്രനും ഷിമേയിയുടെ പൗത്രനും യാഹത്തിൻ്റെ പ്രപൗത്രനുമായിരുന്നു. യാഹത്ത് ഗർഷോമിൻ്റെ പുത്രനായിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ മെറാര്യർ ഇടത്തുവശത്ത് എത്താൻ കിഷിൻ്റെ പുത്രനും അബ്ദിയുടെ പൗത്രനും മല്ലൂഹിൻ്റെ പ്രപൗത്രനുമായിരുന്നു. മല്ലൂഹ് ഹഷാമിയുടെ പുത്രനും അമാസിയായുടെ പൗത്രനും ഹിൽക്കിയായുടെ പ്രപൗത്രനുമായിരുന്നു. ഹിൽക്കിയ അമസിയുടെ പുത്രനും ബാനിയുടെ പൗത്രനും ഷേമറിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. ഷേമർ മഹ്ലിയുടെ പുത്രനും മൂഷിയുടെ പൗത്രനും മെറാറിയുടെ പ്രപൗത്രനും ആയിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശ്രീകോവിലിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്കുമായി നിയമിക്കപ്പെട്ടിരുന്നു. ദൈവദാസനായ മോശ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് അഹ്റോനും അവൻ്റെ സന്തതികളും അതിവിശുദ്ധ സ്ഥലത്തെ എല്ലാ ശുശ്രൂഷകൾക്കായും ഇസ്രായേലിൻ്റെ പരിഹാരത്തിനായും ഹോമയാഗ ബലിപീഠത്തിന്മേലും ധൂപബലിപീഠത്തിന്മേലും ധൂമിച്ചിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാർ ഇവരാണ്: പുത്രൻ എലയാസർ, അവൻ്റെ പുത്രൻ ഫിനെഫാസ്, അവൻ്റെ പുത്രൻ അബിഷുവ, അവൻ്റെ പുത്രൻ ബുഖി, അവൻ്റെ പുത്രൻ ഉസ്സി, അവൻ്റെ പുത്രൻ സെറാഫിയ, അവൻ്റെ പുത്രൻ മെറായോത്ത്, അവൻ്റെ പുത്രൻ അമറിയ, അവൻ്റെ പുത്രൻ അഹിത്തൂബ്, അവൻ്റെ പുത്രൻ സാദോക്ക്, അവൻ്റെ പുത്രൻ അഹിമാസ്. അവരുടെ അതിർത്തികളിലുള്ള പാളയമനുസരിച്ച് അവരുടെ വാസസ്ഥലങ്ങൾ ഇവയാണ്. കുറി അവർക്കായിരുന്നതുകൊണ്ട് അഹ്റോൻ്റെ പുത്രന്മാരായ കെഹാത്യരുടെ കുലങ്ങൾക്ക് യൂദാദേശത്ത് ഹെബ്രോണും അതിനു ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും അവൻ കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലും അതിൻ്റെ വാസസ്ഥലങ്ങളും യെഫുന്നയുടെ പുത്രനായ കാലബിന് അവർ നൽകി. അഹ്റോൻ്റെ പുത്രന്മാർക്ക് അഭയനഗരങ്ങളായ ഹെബ്രോണും ലിബ്നായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യത്തീറും എഷ്തെമോവായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അവർ നൽകി. കൂടാതെ ഹിലേനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബീറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ആഷാനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബെക്ഷമെഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അലേമെത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അനാത്തോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അക്കൂട്ടരുടെ പട്ടണങ്ങളെല്ലാം കൂടി ഇവരുടെ കുലങ്ങൾക്ക് 13 പട്ടണങ്ങൾ. ശേഷിച്ച കെഹാത്യർക്ക് കുറിയനുസരിച്ച് മനാസെ ഗോത്രത്തിൻ്റെ പാതി ഗോത്രകുലത്തിൽ നിന്ന് 10 പട്ടണങ്ങളും ഇസാക്കർ, ആഷേർ, നഫ്താലി, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ഗർഷോമ്യർക്ക് അവരുടെ കുലമനുസരിച്ച് ബാഷാനിൽ 13 പട്ടണങ്ങളും റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മെറാര്യർക്ക് അവരുടെ കുലങ്ങളനുസരിച്ച് 12 പട്ടണങ്ങളും അവർ നൽകി. അങ്ങനെ ഇസ്രായേല്യർ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് നൽകി. യഹൂദരുടെ ഗോത്രത്തിൽ നിന്നും ശിമിയോന്യരുടെ ഗോത്രത്തിൽ നിന്നും ബെഞ്ചമിന്യരുടെ ഗോത്രത്തിൽ നിന്നും നാമാവലിയിൽ പരാമർശിച്ച ഈ പട്ടണങ്ങൾ അവർ കുറിയിട്ട് കൊടുത്തു. കെഹാത്യ കുലങ്ങളിൽ ചിലർക്ക് എഫ്രായിം ഗോത്രത്തോട് ചേർന്ന് തങ്ങളുടെ അതിർത്തി പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. എഫ്രായിം മലനാട്ടിലെ അഭയനഗരങ്ങളായ ഷെക്കെമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗേസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അക്കൂട്ടർ അവർക്ക് നൽകി. കൂടാതെ യൊക്മേയാമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും
ബെത് ഹൊറോണും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അയ്യലോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗത്ത് റിമ്മോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും കെഹാത്യരുടെ അവശേഷിക്കുന്ന കുലങ്ങൾക്ക് മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് അനേറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബിലയാമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗർഷോമ്യർക്ക് മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് ബാഷാനിലെ ഗോലാനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അഷ്താറോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബാറത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും റാമോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അനേമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ആഷേർ ഗോത്രത്തിൽ നിന്ന് ബാഷാലും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അബ്ദോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹുക്കോക്കും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും റഹോബും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിലെ കേദഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹമ്മോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും കിരാത്തായിമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും മെറാരിൽ ശേഷിച്ചവർക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോനോയും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും താബോറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയിലെ ജോർദാനക്കരെ ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യാക്സായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും കെദമോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും മെഫാത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലയാദും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും മഹനായിമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹെഷ്ബോണും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യാസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. സങ്കീർത്തനങ്ങൾ 26. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന. ദാവീദിൻ്റേത്. കർത്താവെ, എന്നെ ന്യായം വിധിക്കണമേ. നിഷ്കളങ്കതയിലാണല്ലോ ഞാൻ വ്യാപരിച്ചത്. ചഞ്ചലപ്പെടാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ അന്തരംഗവും ഹൃദയവും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. വ്യർത്ഥമർത്യരോടൊത്ത് ഞാൻ ഇരുന്നിട്ടില്ല. വഞ്ചകരോടൊപ്പം ഞാൻ പോയിട്ടില്ല. ദുർവൃത്തരുടെ സംഘത്തെ ഞാൻ വെറുത്തു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. നിരപരാധിത്വത്തിൽ ഞാൻ എൻ്റെ കരതലം കഴുകുന്നു. കർത്താവെ, ഞാൻ അങ്ങയുടെ ബലിപീഠത്തെ വലയം വയ്ക്കുന്നു. അത് കൃതജ്ഞതാരവം മുഴക്കുന്നതിനും അങ്ങയുടെ സകല വിസ്മയകൃത്യങ്ങളും പ്രഘോഷിക്കുന്നതിനുമാണ്. കർത്താവെ, അങ്ങയുടെ വാസഭവനവും മഹത്വത്തിൻ്റെ ആലയസ്ഥാനവും ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ആത്മാവിനെ പാപികളോടുകൂടി എണ്ണരുതേ. രക്തദാഹികളോടുകൂടി എൻ്റെ ജീവനെയും. അവരുടെ കൈകളിൽ കുതന്ത്രമാണ്. അവരുടെ വലത്തുകരം കോഴ നിറഞ്ഞതാണ്. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. അങ്ങനെ വിമോചിപ്പിക്കുകയും എന്നിൽ കനിയുകയും ചെയ്യണമേ. നിരപ്പായ സ്ഥലത്ത് എൻ്റെ കാൽ ഉറച്ചു നിൽക്കുന്നു. കൂട്ടായ്മകളിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും.